Artless Me പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുള്ള ഡയലോഗ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എടുത്തു മാറ്റി. അപ്പോൾ നമ്മളെ വീഡിയോസിൽ കുറച്ചധികം ചേഞ്ചസ് ഒക്കെ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കൊരു ചേഞ്ച് എന്തായാലും എപ്പോഴും റിക്വയർഡ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയ ആൾക്കാർക്ക് എനിക്കൊന്നും അറിയണ്ടാവില്ല എന്താണ് Artless Me, എന്തിനാണ് Artless Me എന്നൊന്നും. അപ്പം Artless Me എന്ന് പറയുന്നത് എൻ്റെ ഒരു ആർട്ട് വെഞ്ചർ ആണ്. ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ചതും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് വെഞ്ചറാണ് Artless Me എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ നെയിം എന്നല്ലേ? അപ്പം ഈ നെയിം ഇട്ടത് ഞാനല്ല, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഈ നെയിം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പം അന്ന് അവൻ പറഞ്ഞു തന്നത് അജ്മലാണ് പറഞ്ഞു തന്നെ. അപ്പം അവനെന്ന് പറഞ്ഞു തന്നത് ആർട്ട്ലെസ് അവിഗ്ന എന്നായിരുന്നു. അപ്പം അതിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അത് Artless Me എന്നാക്കി. അപ്പം എന്തുകൊണ്ട് മീ എന്നല്ലേ? അപ്പം ആ മീൻ്റെ എമ്മിനെ ജസ്റ്റ് ഒന്ന് തലരിച്ചിട്ട് കഴിഞ്ഞാൽ അത് W പോലെ ആവും. അപ്പം Artless We. ആർട്ട്ലെസ് എന്ന് ഉദ്ദേശിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ട് നമ്മളിപ്പം പഠിച്ചു, അതായത് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു ആർട്ട്ലെസ് ആണ്, നമ്മൾ കുറവാണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയണ്ടാവില്ല. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ ഫ്യൂച്ചർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ കണ്ടീഷൻ ആർട്ട്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് Artless Me. നമ്മളത് എപ്പോഴാണെങ്കിൽ നമ്മൾ എന്നിട്ട് ഈ ഒരു പോയിന്റ് കടന്ന് നമ്മൾ ഫ്യൂച്ചറിൽ എത്തിയെന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മൾ ആർട്ട്ലെസ് ആണ്. കാര്യം നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ടെക്നീക്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് Artless എന്ന് എഴുതിയത്. അപ്പോൾ Artless Me എന്ന് ഉദ്ദേശിച്ചത് എന്നെ, ആ മീയിലെ എമ്മിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ. അപ്പം ഈ ഫാമിലിയിൽ എല്ലാവരും ഏകദേശം ഒരേ ലെവലിലാണ്. ആരും മുകളിലും ആരും താഴെയോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് മീ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ഒരു 7 years ചെയ്ത പോലെ ആയിരിക്കില്ല ഞാൻ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഫ്യൂച്ചർ 7 years ഞാൻ ചെയ്യുന്നത്. സോ അതെന്താ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചുള്ള ഡിഫറൻസ് ആണ് അതാണ് ഒറ്റ ഡിഫറൻസ് ഞാനും നിങ്ങളും തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എമൗണ്ട് ഓഫ് പ്രാക്ടീസും നിങ്ങളുടെ എമൗണ്ട് ഓഫ് പ്രാക്ടീസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു, ആ ഒരൊറ്റ ഡിഫറൻസ്. അപ്പോൾ ഇനി ഞാൻ എന്തിനും ഇങ്ങനെ ഒരു വെഞ്ചർ തുടങ്ങി എന്നുള്ളതല്ലേ. അപ്പം അതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം. ഇതെൻ്റെ 2ാമത്തെ യൂട്യൂബ് ചാനലാണ്. എനിക്ക് ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് 2013 തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നുമില്ല, അതിനകത്തൊരു 3-4 വീഡിയോ ഇട്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അന്നത്തെ ഒരു ക്രേസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കെന്താ അന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടണം, കുറേ ആൾക്കാർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അന്ന് പിന്നെ എഡ്യൂക്കേഷൻ അതിൻ്റെ ഒക്കെ വയ്യാലെ പോയി ഇതൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല, അത് നടന്നില്ല. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ 2ാമത്തെ പ്രാവശ്യം തുടങ്ങിയതാണ് ഇത്. അത് 2019 Feb 7th ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞ് കുറച്ച് മാസങ്ങളൊക്കെ. അപ്പം ഈ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, എനിക്കിത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, അതായത് നിങ്ങളെ ഡൗട്ട്സൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ടൊക്കെ വേണം എനിക്ക് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൽ ഞാനൊരു 20% സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാര്യം എനിക്ക് എല്ലാവരുടെ ഡൗട്ട്സും വീഡിയോ ആക്കി ഇടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ അധികം റിക്വസ്റ്റുകളും ഡൗട്ട്സുകളും പെൻഡിങ് ഉണ്ട്. അപ്പം ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹോപ്പ് ദ വീഡിയോസ് ആർ വെരി യൂസ്ഫുൾ ടു യു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എനിക്കിത് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക. ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ വേറെ ഫോം ഫില്ല് ചെയ്തിട്ട് അയക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ വീഡിയോൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന വീഡിയോ ചെയ്തു തരുമോ അല്ലെങ്കിൽ ഇന്ന ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്ന്. ഐ എം സോ ഹാപ്പി ടു ഡു ആൻഡ് ഹെൽപ്പ് യു ഗൈസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ അങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് FBയിൽ മെസ്സേജ് ചെയ്യാം. ഇതും ഇല്ലാത്തവർക്ക് മെയിൽ ചെയ്യാം. മെയിൽ ID ഇല്ലാത്ത ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ 3 ഓപ്ഷൻസാണ് നിങ്ങൾക്ക്, 4 ഓപ്ഷൻസ്. അതായത് ഒന്ന് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ FBയിൽ മെസ്സേജ് ചെയ്യുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ട് വർക്ക് സജഷൻസോ സപ്പോർട്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വർക്കും
ഇതും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ സോഴ്സിൽ ഏതെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് എനിക്ക് തോന്നിയ സജഷൻസ് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്കങ്ങനെ കൊച്ചു കൊച്ചു സജഷൻസ് വെച്ചിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു. അപ്പോൾ റെക്കോർഡിങ് കുറച്ച് പോസ് ആയിട്ടുണ്ട്. അപ്പം മഴയുടെ സൗണ്ട് ഇങ്ങനെ ഭയങ്കര അൺക്ലിയർ, അല്ലെങ്കിൽ എൻ്റെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് ലെവലാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര അൺക്ലിയർ ആവും. അപ്പോൾ ഈ മഴയൊന്ന് ജസ്റ്റ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എപ്പോഴാണെന്നറിയില്ല. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ മിക്ക പഴയ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റ് ആണ്. അതപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്കറിയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഓക്കെ ഇത് നല്ല റിസൾട്ട് ആണ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ഇത് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല മറ്റു ആർട്ടിസ്റ്റുകൾ പറയുക. ഇത് എനിക്ക് കൺവീനിയൻ്റ് ആയി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പല ആർട്ടിസ്റ്റുകളും പല രീതിക്കായിരിക്കും ചെയ്യുന്നത്. അത് അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ബ്രഷ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഫൈനൽ ഫിനിഷിങ് ടച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും. അങ്ങനെ റൂളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് അതിനെ ബ്യൂട്ടിഫുൾ ആക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പം ഓരോ ബ്രഷ് അല്ലെങ്കിൽ ഓരോ യൂസിനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ ടെക്സ്ചറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങളോട് ആരും പറയുകയാണ് ഇന്ന ബ്രഷ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ പെയിൻറ്റിങ് നന്നാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ടെക്സ്ചറാണ് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ആ ടെക്സ്ചറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രഷ് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളത് ഈ ചാനലിൽ ഉള്ള ഓൺഗോയിങ് ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ്. അപ്പം ബിഗിനിങ്ങിൽ ഞാൻ തുടങ്ങിയത് വീക്ക്ലി 3 വീഡിയോസ് എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തീരെ വീഡിയോസ് ഇടാതെയായി. പിന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് ഈ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് എവറി ഡേ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഓഫീസ് തുടങ്ങിയപ്പം അത് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് ആക്കി. ഇപ്പം ഓഫീസിൽ എല്ലാം കൂടി ടൈം കിട്ടില്ലല്ലോ. ലോക്ക്ഡൗണിൻ്റെ സമയം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അത് കുറേ ടൈമുള്ളതിനെ കൊണ്ട് ഓൾമോസ്റ്റ് എവറി ഡേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ഷെഡ്യൂൾസ് ഒക്കെ ടൈറ്റ് ആയതിനെ കൊണ്ട് ഇനി സൺഡേസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് ഓൾട്ടർനേറ്റ് ഡേ സൺഡേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അന്ന് പോസ്റ്റ് ചെയ്യില്ല. ഇൻസ്റ്റന്റ് അന്നത്തെ വീഡിയോ മൺഡേ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. കുറച്ചൊക്കെ എനിക്കും ബ്രേക്ക് വേണ്ടേ. അപ്പം അതുകൊണ്ട് ഇനി സൺഡേസ് വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ. വീഡിയോസ് പറയുന്ന ഒരു കാര്യമാണ്, ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാന്നുള്ളത്. ഇത് ഐ മീൻ ഇറ്റ്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നതെന്നല്ല, പറയേണ്ട സൈക്കിന് പറയുന്നതെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നല്ലോ. ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഇതേ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ കുറേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു വിശ്വാസം തോന്നുള്ളൂ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലർ വിചാരിക്കല്ലോ അത് വെറുതെ പറയുമായിരിക്കും, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ റെസ്പോൺസ് ഞങ്ങൾക്ക് തരില്ല എന്നൊക്കെ വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയണേ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തുതരാം. ഭയങ്കര എക്സ്ട്രാ ലെവൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറ്റില്ല. ചിലപ്പം എന്താ നിങ്ങൾ അടുത്ത് വന്നിട്ട് എനിക്ക് ചിലപ്പം പറഞ്ഞുതരാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലാവുന്ന പോലെ ഞാൻ വീഡിയോസും കണ്ടന്റൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില വീഡിയോസൊക്കെ ഇൻസ്പിറേഷണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാര്യം അവർക്ക് ഇത് കണ്ടിട്ട് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരും ചെയ്തോട്ടെ. നല്ലതല്ലേ. നല്ല ഒരു സോർട്ട് ഓഫ് എൻജോയ്മെൻറ്റും ഹാപ്പിനെസ് ആണ് ആർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു പീസ് ആൻഡ് കാം മൊമെൻറ്റ്സ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ കുറച്ച് സമയം അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ടൈം എടുക്കുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് സമയം മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ജെനുവിൻ ആയിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ബാക്ക് ഹിഡൻ മീനിങ്ങോ അജണ്ടയോ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് തീരെ സമയമില്ല, ഭയങ്കര ബിസി ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഈ ചാനലിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു
20 വീഡിയോസിനടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ, പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെറിയ ബിഗിനേഴ്സിനൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഹെൽപ്ഫുൾ ആവില്ല, യൂസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ ഞാൻ ഇനീഷ്യലി കാണിച്ച പൊട്ടത്തരങ്ങളൊന്നും ആരും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരും. ഓക്കെ.